ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ENT, ഓർത്തോപീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, നെഫ്രോളജി, ന്യൂറോളജി, കാർഡിയോളജി, ഒപ്തമോളജി, ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ 17ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കേരള കലാമണ്ഡലം അധ്യാപകനെതിരെ പോക്സോ ഉൾപ്പെടെ 5 കേസുകൾ. മദ്യലഹരിയിൽ ക്ലാസ്സിലെത്തി ഉപദ്രവിച്ചുവെന്ന് വിദ്യാർത്ഥികളുടെ പരാതിയിൽ. അധ്യാപകൻ ഒളിവിലെന്ന് പോലീസ്. കേരള കലാമണ്ഡലത്തിലെ അധ്യാപകനായ കനകകുമാറിനെതിരെ ചെറുതുരുത്തി പോലീസ് വീണ്ടും 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതോടെ ആകെ കേസുകളുടെ എണ്ണം 5ആയി. വിദ്യാർത്ഥിനികളുടെ പരാതിയിന്മേലാണ് അധ്യാപകനെതിരെ കർശന നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കനകകുമാറിനെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം 2 കേസുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തത്. വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിനു പുറമെ പലപ്പോഴും മദ്യലഹരിയിലാണ് ഈ അധ്യാപകൻ ക്ലാസ്സിലെത്തിയിരുന്നതെന്നും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുണ്ട്. പരാതികളെ തുടർന്ന് കനകകുമാറിനെ കലാമണ്ഡലത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ ഒളിവിൽ പോയ ഇദ്ദേഹത്തിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയതായും സൂചനയുണ്ട്. അതേസമയം കനകകുമാറിനെ ഒളിവിൽ പോകാൻ സഹായിച്ച കലാമണ്ഡലം താൽക്കാലിക ജീവനക്കാരനെ ചെറുതുരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പോലീസ് തന്നെ മർദ്ദിച്ചു എന്നാരോപിച്ച് ഇയാൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും താൽക്കാലിക ജീവനക്കാരനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിയെ സഹായിക്കുന്നതിനു വേണ്ടി അദ്ദേഹം വാർത്തകൾ വളച്ചൊടിക്കുകയാണെന്നും ചെറുതുരുത്തി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് CCV.